സ്ത്രീകളുടെ ഷർട്ടിൽ മാത്രം ബട്ടണുകൾ എന്തുകൊണ്ടാണ് ഇടതുവശത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ പുരുഷന്മാരുടെ ഷർട്ടിൽ നോക്കിയാൽ ഇത് വലതുവശത്തായിരിക്കും. അതുപോലെ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ ഏത് ഷർട്ടായാലും കോളറിൽ മാത്രം കൂടുതൽ അഴുക്കാകുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ രസകരമായ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്ത്രീകളുടെ ഷർട്ടിൽ ബട്ടണുകൾ ഇടതുവശത്തിരിക്കുന്നതിന് കൃത്യമായ ഒരു കാരണം പറയാനില്ലെങ്കിലും 3 വിധത്തിലുള്ള തിയറീസ് ആണ് നിലവിലുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സേവകരുടെ സഹായം അഥവാ മെയ്ഡ് അസിസ്റ്റന്റ് തിയറി. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ബട്ടണുകൾ പരിചയപ്പെടുത്തിയ കാലത്ത് അവ വളരെ വിലയേറിയതായിരുന്നു. അതിനാൽ പണക്കാർ മാത്രമാണ് അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. പുരുഷന്മാർ സാധാരണയായി സ്വന്തം വസ്ത്രങ്ങൾ സ്വയം ധരിക്കുകയായിരുന്നു പതിവ്. മിക്കവരും വലതുകൈ ശീലമുള്ളവരായതുകൊണ്ട് അവർക്ക് ബട്ടൺ ഇടാൻ എളുപ്പത്തിന് അത് വലതുവശത്ത് തന്നെ വെച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ പണക്കാരായ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ സഹായികൾ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ നിന്ന് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്ന സഹായിക്ക് ബട്ടൺ ഇടാൻ എളുപ്പമാകാനാണ് അത് ഇടതുവശത്ത് വെച്ചത്. ഇതൊരു സാമൂഹിക പദവിയുടെ അടയാളം കൂടിയായിരുന്നു. എന്റെ ഷർട്ടിൽ ബട്ടൺ ഇടതുവശത്താണ്, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ ആളുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു വഴിയായിരുന്നു ഇത്. 2. കുതിരസവാരി അഥവാ ഹോഴ്സ് റൈഡിംഗ് തിയറി. പണ്ട് സ്ത്രീകൾ കുതിരസവാരി ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞ് വലതുവശത്തേക്ക് നോക്കിയാണ് ഇരുന്നിരുന്നത്. ആ സമയത്ത് ഷർട്ടിൽ ബട്ടണുകൾ ഇടതുവശത്തിരിക്കുന്നത് കാറ്റ് ഷർട്ടിനുള്ളിലേക്ക് കയറുന്നത് തടയാൻ സഹായിക്കുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് തിയറി. ഭൂരിഭാഗം സ്ത്രീകളും വലതുകൈ ശീലമുള്ളവരാണ്. അതുകൊണ്ട് അവർ കുട്ടികളെ ഇടതുകൈയിൽ പിടിക്കുകയും വലതുകൈ കൊണ്ട് മറ്റു ജോലികൾ ചെയ്യുകയും ചെയ്യും. വലതുകൈ സ്വതന്ത്രമായിരിക്കുമ്പോൾ ഇടതുവശത്തുള്ള ബട്ടണുകൾ അഴിച്ച് മുലയൂട്ടാൻ എളുപ്പമായിരുന്നു എന്നതാണ് 3-ാമത്തെ സിദ്ധാന്തം. ഇനി കോളറിൽ മാത്രം എന്തുകൊണ്ടാണ് കൂടുതൽ അഴുക്കാകുന്നതെന്ന് നോക്കാം. ഇതിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. കഴുത്തിലെ വിയർപ്പും ചർമ്മത്തിലെ എണ്ണമയവും ഇതിന് കാരണമാണെങ്കിലും അതിന് പിന്നിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊരു സിദ്ധാന്തവും ഉണ്ട്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ചെറിയ അണുക്കൾ അഥവാ ആറ്റംസിനാൽ നിർമ്മിതമാണ്. അണുക്കളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും. സാധാരണയായി ഇവ തുല്യ അളവിലായിരിക്കും. എന്നാൽ 2 വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടും. ഒരു ബലൂൺ മുടിയിൽ ഉരസുമ്പോൾ മുടിയിലെ ഇലക്ട്രോണുകൾ ബലൂണിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ബലൂണിന് ഒരു ചാർജ് ലഭിക്കുന്നു. ഈ ചാർജുള്ള ബലൂൺ ചെറിയ പൊടിപടലങ്ങളെ കാന്തം പോലെ ആകർഷിക്കും. ഇതേ കാര്യമാണ് ഷർട്ടിന്റെ കോളറിലും സംഭവിക്കുന്നത്. നമ്മുടെ ഷർട്ടിന്റെ കോളർ എപ്പോഴും കഴുത്തിലും മുടിയിലും ഉരസിക്കൊണ്ടിരിക്കുന്നു. ഇതുമൂലം അവിടെ ചാർജ് വ്യതിയാനം അഥവാ ചാർജ് ഇംബാലൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്ന കോളർ വായുവിലെ സൂക്ഷ്മമായ പൊടിപടലങ്ങളെ ആകർഷിച്ച് അവിടെ ഒട്ടിപ്പിടിക്കുന്നു. ഇതാണ് കോളർ കൂടുതൽ അഴുക്കാകാൻ കാരണം. കോട്ടൺ തുണികളെക്കാൾ പോളിസ്റ്റർ, നൈലോൺ തുണികളിൽ ഇത് കൂടുതലായിരിക്കും. നിങ്ങൾ ഏത് തരം തുണിയാണ് കൂടുതലായി ധരിക്കാറുള്ളത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ രേഖപ്പെടുത്തുക.